നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെപ് ഗാർഡിയോളയുടെ പത്രസമ്മേളനങ്ങൾ പലപ്പോഴും വളരെ രസകരമാണ്. അദ്ദേഹം എന്തു പറയുമെന്ന് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റൂ. അദ്ദേഹത്തിന് അറിയാം, കാരണം എങ്ങനെ പ്രതികരിക്കും ഓരോ ചോദ്യങ്ങൾക്ക് എന്നുള്ളത്. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്താണ് സാബിക്കൊരു ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് കൊടുക്കാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്. ഒന്ന് കേട്ടു നോക്കുക നിങ്ങൾ. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരമാണ്. മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ രാത്രി 1:30 സാന്റിയാഗോ ബെർണാബുവിലാണ് കളി നടക്കുന്നത്. അതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ആണ് പെപ്പ് പറയുന്നത്. നോക്കണം. ചോദ്യമാണ്. Amistad casi que tienes con Xabi Alonso se le manda en este momento, desde tu experiencia, viendo pues que parece que ahora está un poco solo, digamos. Que mee con la suya. Que mee con la suya. Y como no me hará Colonia, le irá bien, ya verás. Os ha guardado el titular, ¿eh? Ya lo tenéis. അതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ സാബി അലോൺസോ സ്വന്തമായി മൂത്രമൊഴിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു പ്രയോഗ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞായിരിക്കണം, തമാശയായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ ആയിരിക്കും. ഹി ഷുഡ് പീ ഓൺ ഹിസ് ഓൺ എന്നാണ്. ഐ വോണ്ട് പീ ഫോർ ഹിം. എന്നിട്ട് പത്രക്കാരോട് ചോദിക്കുകയാണ്, പോരെ ഈ ഹെഡ്ലൈൻ ഉഷാറല്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്നാലെ ചോദിക്കുന്നത് യു ലൈക്ക് ദാറ്റ് ഹെഡ്ലൈൻ റൈറ്റ് എന്നുകൂടി ചോദിക്കുന്നുണ്ട്. എന്തായാലും സാബി അലോൺസോയുടെ നിലവിലെ സ്ഥിതിവിശേഷം ഒരല്പം പരിങ്ങലിലാണ് എന്നുള്ളത് പെപ് ഗാർഡിയോളക്കറിയാം. അത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിൽ സാബിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിക്കും. പറയുന്ന മറുപടി, അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ഞാൻ വിഷ് ചെയ്യുകയാണ്. ബിക്കോസ് എനിക്ക് അവനെ വലിയ ഇഷ്ടമാണ്, ഞാൻ അവനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വരുന്ന ക്രിറ്റിസിസം, പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ ഐ ഹാവ് സിമ്പതി. കാരണം ഞങ്ങൾ ഒരുമിച്ച് 2 വർഷക്കാലം ഉണ്ടായിരുന്നല്ലോ. ഇൻക്രെഡിബിളായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് അദ്ദേഹത്തോടൊപ്പം ഞാൻ ചിലവഴിച്ച ആ വർഷങ്ങൾ. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഫാമിലീസ് ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഴ്സലോണ, റയൽ മാഡ്രിഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്ലബ്ബുകളാണ്. ടഫസ്റ്റ് ക്ലബ്സ് ടു ബി എ മാനേജർ എന്ന് പറയാവുന്ന 2 ക്ലബ്ബുകളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പ്രഷറും എൻവയോൺമെൻറ്റും ഒക്കെ തന്നെയാണ്. സോ അവനോട് എനിക്ക് സിമ്പതി ഉണ്ട് എന്നുകൂടി ഇപ്പോൾ പെപ് ഗാർഡിയോള പറഞ്ഞു വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.